ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ ന്യൂസിൽ നിങ്ങൾ കണ്ടു കാണും. വെങ്ങാനൂർ സൂര്യ ഫിനാൻസിൽ പണയം വെച്ച സ്വർണം എടുത്ത് മറ്റൊരു സ്ത്രീക്ക് അവിടുത്തെ രണ്ട് ജീവനക്കാർ മറിച്ചു കൊടുത്ത ഒരു ന്യൂസ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അത് എൻ്റെ സ്ഥലത്തിൻ്റെ അടുത്താണ് ഇത്. അപ്പോൾ ഞാൻ സ്ഥിരം പണയം വയ്ക്കുന്ന ഫൈനാൻസാണ് സൂര്യ ഫൈനാൻസ്. നമുക്ക് എത്ര സ്വർണത്തിന്മേലും മാക്സിമം പൈസ നമുക്ക് തന്ന് സഹായിക്കുന്ന ഒരു ഫൈനാൻസാണ്. ഞാൻ സ്ഥിരമായി കോളിയൂർ ഫൈനാൻസിലാണ് വെക്കുന്നത്. ഒരു തവണ എൻ്റെ സ്വർണം ഞാൻ എടുക്കാൻ പറ്റാതായപ്പോൾ അത് മറിച്ച് മറ്റേ സ്വർണ്ണം എടുക്കുന്ന ഏജൻസിക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സംഭവം നടന്ന ആ ഫൈനാൻസിൽ ഞാൻ പോയിട്ടുണ്ട്. അന്ന് ഞാൻ ഈ കുട്ടികളെ അവിടെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പരിചയം, 3 പേരെയും നല്ല പരിചയമാണ്. അപ്പോൾ എനിക്ക് ഇവരെക്കുറിച്ച് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞങ്ങളന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ സ്വർണം മറിച്ച് വിൽക്കുന്ന ഒരു കക്ഷിക്ക് സ്വർണം വിൽക്കാനായിട്ട് ഞങ്ങൾ ഇയാളെയും കൊണ്ട് അവിടെ പോയിരുന്നു. അന്ന് എന്തോ ഒരു മിനിറ്റ് താമസിച്ചു. അന്ന് എന്തോ അയാൾ എത്താൻ ഇത്തിരി താമസിച്ചു. അത് കാരണം അന്ന് ഞങ്ങൾക്ക് സ്വർണം തന്നില്ല. 1-2 മിനിറ്റ് അയാൾ താമസിച്ചു പോയി. പക്ഷേ ഇവർ സ്വർണം തന്നില്ല. ഞങ്ങളന്ന് ഒരുപാട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അവർ. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളന്ന് സ്വർണം വാങ്ങുന്ന സമയത്ത് എനിക്ക് അവരുടെ സംസാരം, പെരുമാറ്റം ഒക്കെ കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് അന്ന് ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ സംശയം തോന്നി ഞാൻ എൻ്റെ സ്വർണം തൂക്കി നോക്കി, മൊത്തം വെയിറ്റ് ഉണ്ടോ എന്ന്. തൂക്കി നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നൊന്നും നഷ്ടപ്പെടില്ല എന്ന് അവരന്ന് പറയുകയും ചെയ്തു. അന്ന് ഈ കുട്ടികളെ എനിക്ക് നന്നായിട്ട് കണ്ട ഓർമ്മയുണ്ട്, ആ മരിച്ച കുട്ടീനെയൊക്കെ. ഇപ്പം ഞാൻ നല്ലൊരു സേവനം കിട്ടുന്ന ഇപ്പോൾ ഈ ഏരിയയിൽ പലയിടത്തും ബ്രാഞ്ചുള്ളൊരു ഫിനാൻസാണ്. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തുയർത്തിയ ഒരു ഫിനാൻസാണത്. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുകയായിരുന്നു. കോവളം, കോളിയൂർ, വെങ്ങാനൂർ ഒക്കെ അതിന് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവരെക്കുറിച്ചല്ല. പക്ഷെ എന്തായാലും 2 കുട്ടികൾ വിചാരിച്ചപ്പോൾ ആ ഫൈനാൻസിൻ്റെ ഭാവി ഇത്രമേൽ വളരെ ഹൈറ്റിൽ നിൽക്കുന്ന ഇതിനെ താഴെ വലിച്ചിടാനായിട്ട് ഈ ഒരു സംഭവം എന്തായാലും അതിൻ്റെ ആ ഫൈനാൻസ് പോയിക്കൊണ്ടിരുന്ന അതിൻ്റെ റണ്ണിങ്ങിന് എന്തായാലും വളരെ ഇടിവുണ്ടാവും ഈ ഒരു സംഭവത്തോടു കൂടെ. കാരണം ഒരു കുട്ടി മരിച്ചു. അപ്പോൾ എന്തായാലും ആളുകൾ ഇനി വിശ്വസിച്ച് അവിടെ കൊണ്ട് വെക്കില്ല. അപ്പോൾ അത് ആ ഫൈനാൻസിൻ്റെ വളർച്ച അത്ര പെട്ടെന്നായിരുന്നു. അപ്പം എന്തൊക്കെയോ ആരുടെയൊക്കെ കണ്ണുകൾ അതിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിച്ചു. ചിലപ്പോൾ അവിടുത്തെ വരുമാനം ഈ കുട്ടിയുടെ കണ്ണ് തന്നെ മഞ്ഞളിപ്പിച്ച് കാണും. അതൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ സ്ത്രീ അവരെ കയ്യിലെടുത്തത്. നിങ്ങൾക്ക് തുച്ഛമായ ശമ്പളമല്ലേ ഉള്ളൂ, പിന്നെ അവർക്ക് ഇത്ര പൈസ ഒരു ദിവസം പണയം വെക്കണമെന്നും പലിശയായിട്ട് ഇത്ര രൂപ കിട്ടണമെന്നൊക്കെ ഉള്ള ഒരു ടാസ്ക് പോലെ ഇവർക്കുണ്ട് ഈ ഫൈനാൻസിൽ. അപ്പോൾ അവരതിനു വേണ്ടി നമ്മളെ മാക്സിമം പൈസ കൂട്ടി വെക്കാനൊക്കെ പ്രേരിപ്പിക്കുമായിരുന്നു. അതായത് ഒരു ആർത്തി മൂത്ത പെട്ടെന്ന് താഴെ വീഴുമെന്ന് പറയുന്നത് പോലത്തെ ഒരു പോക്കായിരുന്നു ഫൈനാൻസിൻ്റെ. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളെ കൊണ്ട് മാക്സിമം പൈസ നമുക്ക് തരും. അപ്പോൾ ആ കുട്ടി അവിടെ ഇരിക്കുന്ന കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ഇത്ര രൂപയ്ക്ക് നമുക്ക് ഇന്ന് ടാസ്ക് അത് ചെയ്യണം, ഇത്ര മാസം ഇത്ര രൂപ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര രൂപ കമ്മീഷൻ കിട്ടും എന്നുള്ള ഒരു ഇതൊക്കെയുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ പൈസ കടന്ന് വാങ്ങുമ്പോൾ പിന്നെ 1000 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വളർച്ചയിലോട്ട് പോകുന്ന ഒരു സ്ഥാപനമായിരുന്നു. എന്തായാലും തകർന്നതിൽ ലാസ്റ്റ് ഞാൻ അവിടെ പണയം വെച്ചാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് വിട്ട് വരാൻ വയ്യാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ ആ ഫൈനാൻസുമായിട്ടുള്ള ബന്ധം ഈ അടുത്ത് 1 മാസം മുമ്പ് ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും അയാളെ അങ്ങനെ ഒരവസ്ഥയെ കൊണ്ട് എത്തിച്ചതിൽ വിഷമമുണ്ട്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അവരെക്കുറിച്ചല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ തട്ടിപ്പ് നടത്തിയ സ്ത്രീയെക്കുറിച്ചാണ്. എനിക്ക് ഈ സ്ത്രീയെ ഒരു 10-15 വർഷമായിട്ട് എനിക്കറിയാം. ഒരു 2014-15 മുതൽ എനിക്കറിയാം. ഞാൻ എന്തോ ഒരു പന്തികേടുള്ള സ്ത്രീയായിട്ട് എനിക്ക് ആദ്യമേ ഫീൽ ചെയ്തിരുന്നു. ഞാനിവരെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഈ കോവളത്തിനടുത്ത് ആഴാകുളം ആ ഭാഗത്ത് ഒരു ജെനീറ്റർ ടാസ്കി എന്ന് പറഞ്ഞൊരു മദാമ താമസിച്ചിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ അവർ നാട്ടിൽ പോയപ്പോൾ അവരുടെ പട്ടികളെയും ആ വീടിനെ നോക്കാനായിട്ട് ഞാൻ 1 മാസത്തോളം അവിടെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വീടാണ് ഈ തട്ടിപ്പ് നടത്തിയ സിന്ധു എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്. അപ്പോൾ നമ്മളോടൊന്നും അവിടെ കണ്ടാലും ഒരു സൗഹൃദമോ ഒരു അയൽക്കാരി എന്നുള്ള ഇതോ ഒന്നും കാണിക്കാത്ത ഒരു വീട്ടുകാരായിരുന്നു ആ വീട്ടുകാർ. നമ്മളും അതിന് പോയിട്ടില്ല.
ഒരിക്കൽ ഞാൻ അവിടെ ജോലി മതിയാക്കി പോകുന്നതിന് എൻ്റെ പിറ്റേ ഒരു കുറേ മാസമൊക്കെ കഴിഞ്ഞു. ക്രിസ്മസ് സമയത്ത് ഈ മദാമ്മ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു വിരുന്നൊരുക്കി. അന്ന് അവിടെ ഫുഡൊക്കെ വെക്കാനായിട്ട് സഹായത്തിന് എന്നെയാണ് വിളിച്ചത്. ഞാനും മദാമ്മയും കൂടിയാണ് അന്ന് ഫ്രൈഡ് റൈസും ചിക്കനും എല്ലാം ഒത്തിരി ഡിഷസ് ഉണ്ടായിരുന്നു. ജ്യൂസ് എല്ലാം ഉണ്ടാക്കിയത് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ്. അപ്പോൾ ഏകദേശം ഒരു 12-11 മണിയൊക്കെ ആയപ്പം ഗസ്റ്റുകൾ വന്നു തുടങ്ങി. അപ്പോൾ പലരും പല സമയത്താണ് വരുന്നത്. ഒരു വീട്ടിലെ ഒരു സന്തോഷത്തിന് അവർ വിളിച്ചതാണ്. കൂടുതലും മലയാളികൾ തന്നെയായിരുന്നു, ഇംഗ്ലീഷുകാരായിട്ടൊന്നും ആരുമില്ല, എല്ലാവരുടെ മലയാളി സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഈ അയൽവക്കത്തുള്ള ഈ സിന്ധു എന്ന് പറയുന്ന സ്ത്രീയും മകളും ആ ചടങ്ങിന് വന്നിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. പിന്നെ കൂടെ ഒരു പയ്യനോ എന്തോ ഉണ്ടായിരുന്നതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഞാൻ അവിടെ വന്ന് ആരെക്കാളും കൂടുതലായിട്ട് ഈ സിന്ധുവിനെയും ഈ ഈ ഈ മകളെയും ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഞാൻ ആ ഭാഗത്തോട്ട് പോയില്ല, പക്ഷേ എന്നാൽ ഇവരെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു. ഞാനായിരുന്നു എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തതും അവരെ ഒരു മാനേജ് ചെയ്തതൊക്കെ ഞാനായിരുന്നു. അപ്പോൾ ഇവർ ഫ്രണ്ട്സിനോട് സംസാരിച്ചിരുന്നു. വേറെ ആരും ഇല്ല അവിടെ, ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം അവരുടെ മകള് ഒരു സാധാരണ അവരുടെ രീതിയിൽ നിന്ന് ഒരു സാധാരണ ഒരു മലയാളിയുടെ ഇതിനേക്കാളും എന്താ പറയുക, ഒരു പൊങ്ങച്ചം, ഒരു അമേരിക്കയിലൊക്കെ താമസിക്കുന്ന ഒരു മലയാളികളുടെ നമ്മളൊക്കെ എത്രത്തോളം അവർ കുറച്ച് ഷോ കാണിക്കും, അതിൻ്റെ ഒരു ഹൈലൈറ്റിലായിരുന്നു അവരുടെ മകൾ അന്ന് ആ ഫംഗ്ഷന് വന്നിരുന്നത്. ഹെവി മേക്കപ്പ്, ഹെവി ഡ്രസ്സൊക്കെ ഹെവി ആയിട്ടുള്ള കോസ്റ്റ്യൂം അങ്ങനെയൊക്കെ. അപ്പം അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും നമുക്ക് അന്ന് എനിക്കിവരെ കുറിച്ച് അറിയില്ല. കുറച്ച് സമ്പന്നരായിരിക്കും, ഒരു ടെറസ് വീടാണ് അവരുടെ വീട്, പക്ഷേ ഭയങ്കര സമ്പന്നരായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മകൾ എന്തോ വിദേശത്ത് വലിയ പഠിത്തമൊക്കെ പഠിക്കുന്നു, അപ്പോൾ ലീവിന് വന്നതാണ് പോകുമെന്നൊക്കെ അവിടെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ ആ കുട്ടി ഒരു മനുഷ്യത്വമോ ഒരു സൗഹൃദമോ ഒന്നും ഏകദേശം ഒരു നമ്മളോട് കുറച്ചടുത്ത് നിൽക്കുന്ന ഒരു ഏജായിട്ടും വലിയ ഇതൊന്നും ആ കുട്ടി കാണിച്ചില്ല. അപ്പോൾ ഞാനും അതിന് പോയില്ല. കുറച്ച് കഴിഞ്ഞ് എല്ലാവർക്കും ഞാൻ ഫുഡൊക്കെ കൊടുത്തു, എല്ലാവരുടെയും പാത്രമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് നമ്മൾ രാവിലെ മുതലേ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വിശന്ന് ഒരു വല്ലാത്ത അവസ്ഥയായപ്പം എന്നോട് ഫുഡ് കഴിക്കാൻ മദാമ്മ പറഞ്ഞു. ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുന്നു, എനിക്ക് വിശപ്പ് കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്തൊരവസ്ഥയിൽ കഴിക്കുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ ഇടയ്ക്ക് അത് ഇങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് ഇവരെ കാണുമ്പോൾ. അപ്പോൾ ഈ പെൺകുട്ടി, ഈ സ്ത്രീ സിന്ധുവിൻ്റെ മകളിപ്പോൾ അമേരിക്കയിലുള്ള ആ കുട്ടി, അതായത് മനഃപൂർവ്വം ഒരു ആളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യും, കൊച്ചാക്കാൻ ശ്രമിക്കുമല്ലോ, അതുപോലെ ഭക്ഷണം മുമ്പിൽ വെച്ച് ഞാൻ 2 പിടി വായിൽ വെച്ചതേ ഉള്ളൂ. ഈ കുട്ടി വന്ന് കഴിച്ചിട്ടൊക്കെ പോയതാണ്. എനിക്കൊരു മാംഗോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിലുണ്ട്, എടുത്തോളൂ എന്ന് പറഞ്ഞു. അതില്ല, എനിക്ക് എടുത്തു തരണം എന്ന് പറയും. സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ ജോലി ചെയ്ത് തളർന്ന ഒരാളിരുന്ന് ഫുഡ് കഴിച്ചാൽ ആ ചേച്ചി കഴിച്ചിട്ട് എനിക്ക് എടുത്ത് തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അതൊരു സാമാന്യ മര്യാദയാണ്. പക്ഷേ ഈ കുട്ടി അങ്ങനെയല്ല, എനിക്കിപ്പോൾ എടുത്ത് തരണം എന്ന ഭാവത്തിൽ അത് നിങ്ങളെടുത്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ആ എച്ചിൽ കൈയോടെ ഞാൻ പോയി കൈ കഴുകിയിട്ട് പിന്നെ ആ കുട്ടിക്ക് അത് എടുത്ത് കൊടുത്തു. എന്നിട്ട് വന്നിരുന്ന് ഞാൻ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി കുടിച്ചിട്ട് വീണ്ടും ആ ഗ്ലാസ് കഴുകാൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. എന്ന് വെച്ചാൽ ഞാൻ അവരെ സെർവൻ്റാണ്, അപ്പം ഞാനിതൊക്കെ ചെയ്യണം എന്ന് ഞാൻ ചെയ്യും, ഞാൻ തന്നെയാണ് അത് മുഴുവൻ ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല, ഒരാൾ വന്നൊരു കൊച്ചമ്മ സ്റ്റൈലിൽ നമ്മളോട് പറയിപ്പിക്കുന്ന പോലെ. എന്നെ അതിന് വിളിച്ച എൻ്റെ മദാമ്മ പോലും എന്നെ അങ്ങനെ ഒരു സെർവൻ്റായിട്ടല്ല കാണുന്നത്. അവർ വന്നവർക്കൊക്കെ പരിചയപ്പെടുത്തിയത് ഇതെൻ്റെ ഫ്രണ്ട് ഉഷയാണെന്നാണ്. പക്ഷേ ഈ കുട്ടി എന്നെ ചിലപ്പോൾ ഞാൻ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഈ കുട്ടി കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് അറിയായിരിക്കും ഞാനിവിടെ മുമ്പ് ജോലിക്ക് നിന്നതാണ്. അപ്പോൾ അവിടെ സ്ഥിരം ജോലിക്ക് വരുന്നത് വേറൊരു ചേച്ചിയാണ്, ഞാനിങ്ങനെ ഗ്യാപ്പിൽ ചെല്ലുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ആരും എന്നോട് അങ്ങനെ ഒരു ഇൻസൾട്ടിങ് ആയിട്ട് എന്നോട് പെരുമാറിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ വീട്ടുജോലിക്കാരിയും അല്ല, എന്നിട്ടും എന്നോട് ആ കുട്ടി അത്ര മോശമായിട്ട് പെരുമാറി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇതൊരു കോമൺ സെൻസോ ഒരു മനുഷ്യത്വമോ ഒന്നുമുള്ള ഒരു കുട്ടിയല്ല. ഈ മേക്കപ്പും സൗന്ദര്യവും മാത്രമേ, ബാഹ്യമായ കുറേ പ്രകടനങ്ങൾ മാത്രമേ ഉള്ളൂ. അന്ന് ഈ സ്ത്രീയും അവിടെ വന്നിരുന്നു, അവരും
ഒരു നമ്മളോടൊരു സൗഹൃദമോ ഒരു അടുത്ത വീട്ടിലുള്ള ഒരാളെന്നുള്ള ഒരു മനുഷ്യപ്പറ്റും എന്നോട് അവരത് കാണിച്ചിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല. പിന്നെ ഈ കുട്ടി വിദേശത്തോടെ പഠിക്കാൻ പോയി എന്നൊക്കെ അറിഞ്ഞു. പിന്നെ ഈ വീട് അവർ എന്തോ സാമ്പത്തിക പ്രശ്നമൊക്കെ വന്നു വിറ്റിട്ട് കുറച്ചിപ്പുറത്ത് ചിറയില ഭാഗത്ത് താമസമായി എന്നും ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഇവരെ നമ്മളെ ഇപ്പോൾ റോഡിൽ ഞാൻ യാത്ര പോകുന്ന സമയത്ത് എല്ലാം ഇവരെ നിരത്തിൽ ഞാൻ കാണും. തിരുവനന്തപുരം മുതൽ ഈ വെങ്ങാനൂർ, മുട്ടയ്ക്കാട്, കോവളം, കോളിയൂർ, അങ്ങനെയുള്ള തിരുവല്ലം ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഈ യാത്രക്കിടയിൽ ഞാൻ ഇവരെ കാണാത്ത ദിവസം വളരെ കുറവാണ്. ഇവരെപ്പോഴും ഒരു ആക്റ്റീവ സ്കൂട്ടറിൽ എപ്പോഴും നിരത്തിൽ കാണും. യാത്രയാണ്, എവിടെ നോക്കിയാലും ഇവരെ കാണും. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ സ്ത്രീയാണ്. നമ്മൾ ചിലരെ ഇടയ്ക്കൊക്കെ അല്ലേ കാണുമോ, പക്ഷേ ഇവരെ എപ്പോഴും റോഡിൽ ഇവരുടെ ലൈഫ് എന്ന് പറയണം ഫുള്ള് ഈ 2 വീലറിലാണ്. അവർ ഒരിടത്ത് നിന്നോ ഇരുന്നോ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഈ 2 വീലറിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്താണ് ജോലിയെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ അവരോട് സംസാരിക്കാനും പോയിട്ടില്ല. പക്ഷേ അതൊന്നുമല്ല, ഇവരുടെ ഹെൽമറ്റിൽ മിക്കവാറും ഒരു ഹെൽമെറ്റ് വയ്ക്കില്ല. വെച്ചാൽ ഈ ഹെൽമെറ്റ് ഹെൽമെറ്റ് വെക്കും, പക്ഷെ അപൂർവം ദിവസങ്ങളിൽ വെക്കാതെ ഉള്ളൂ. ഹെൽമെറ്റ് വയ്ക്കും. ഈ ഹെൽമെറ്റിൻ്റെ ഈ സൈഡിൽ എപ്പോഴും മൊബൈൽ ഫോൺ. അവർ 2 വീലറിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹെൽമെറ്റിൻ്റെ അടിയിൽ ഈ മൊബൈൽ ഫോണും കാണും. അല്ലെങ്കിൽ ആണുങ്ങളെപ്പോലെ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ഒരു കൈ കൊണ്ട് വണ്ടി ഓട്ടിക്കും. എനിക്ക് ചോദിക്കാനുള്ളത് MVDയോടാണ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോടാണ്. നിങ്ങൾ ഇങ്ങനെ ഫോൺ വിളിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് ലൈസൻസ് റദ്ദാക്കുമെന്നും ഒക്കെ കർശനമായ നിയമമുണ്ട്. അപ്പോൾ ഇത്രയും നാളായിട്ട് ഈ സ്ത്രീ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു ക്യാമറയിലെങ്കിലും ഇവരെ കണ്ടിട്ടില്ലേ? കാരണം ഞാൻ കണ്ടപ്പോഴെല്ലാം ഈ സ്ത്രീയുടെ ചെവിയിൽ ഈ ഫോണും വെച്ച് സംസാരിച്ചാണ് ഈ സ്ത്രീ യാത്ര ചെയ്യുന്ന 2 വീലറിൽ. അപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ലുക്കിലെ ഇവരൊരു ഫ്രോഡാണെന്ന് ഫീൽ ചെയ്തിരുന്നു. പിന്നീടുള്ള ഇവരുടെ ഈ ഫോൺ വിളിച്ചുള്ള യാത്ര ഒരുമാതിരി ആണുങ്ങൾ വണ്ടി ഓട്ടിക്കുന്നതിനേക്കാളും അതിനേക്കാളും മുകളിലെങ്കിലേ ഉള്ളൂ ഒരു മട്ടുഭാവത്തിലാണ് ഇവർ ഈ 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ MVDയുടെ കണ്ണിൽ ഇത്രയും നാളും പെടാതെ ഇവരെങ്ങനെ നടന്നു എന്നുള്ളത്, കാരണം എപ്പോഴും നിരത്തിലുള്ള ഒരു സ്ത്രീയാണ്. എന്നിട്ട് ഒരു ക്യാമറയിൽ ഇവരെ പിടിക്കപ്പെടുകയോ ഫൈൻ അടയ്ക്കപ്പെടുകയോ ചെയ്യാതെ, ഒരു തവണ ഫൈൻ അടച്ച ഒരാളാണെങ്കിൽ രണ്ടാമത് എന്തായാലും അത് ചെയ്യില്ല. എങ്ങനെ നടന്നു എന്നത് ഒരു ചോദ്യചിഹ്നമാണ് എനിക്ക്. അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അല്ലെങ്കിൽ പലനാൾ കള്ളനെ ഒരു നാൾ പിടിക്കും എന്നൊക്കെ പൊങ്ങച്ചം ഒരിക്കലും അധിക നാൾ ദൈവം വെച്ച് പൊറപ്പിക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നത് ദൈവം ഒരിക്കലും കുറച്ച് നാളൊക്കെ മാത്രമേ അത് നമുക്ക് മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിടാൻ പറ്റൂ. ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തായി? അവരുടെ ഫോട്ടോ അവരെ എപ്പോഴും നിരത്തി കാണുന്നത് പോലെ മീഡിയയിൽ മൊത്തം അവരെ ഫോട്ടോയും ആയി. ഒരിക്കൽ പോലും അവരോട് ഞാൻ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. കാരണം എനിക്ക് ഒറ്റ ലുക്കിൽ തന്നെ മനസ്സിലായതാണ്. പക്ഷേ ഞാൻ എന്താണോ മനസ്സിലാക്കിയത് അതാണിപ്പോൾ വെളിയിൽ വന്നത്. അപ്പോൾ എനിക്കതിൽ കുറച്ച് അത്ഭുതം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവരുടെ വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇവരെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ, ഇവരെ മകളെയും അറസ്റ്റ് ചെയ്യണം. കാരണം അവരെക്കാളും പക്ക ഫ്രോഡ് മകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മകൾക്ക് ലക്ഷറി ലൈഫ് നയിക്കാൻ വേണ്ടി, പക്ഷേ ഇവർ ലക്ഷറി ലൈഫ് അല്ല. കാരണം ഇവരൊരു സാധാ ആൾ നടക്കുന്ന പോലെ വലുതായിട്ടൊന്നും ഇല്ലാതെ ഒരു സാധാ ഒരു കോലത്തിലാണ് ഇവർ നടക്കുന്നത്. പക്ഷേ ഇവരെ മോൾ അങ്ങനെയല്ല നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ മകൾക്ക് അമേരിക്കയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാനോ എന്തിനോ ആണ് ഈ സ്ത്രീ ഇത്രയും തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇത് മകളുടെ അറിവോടുകൂടെ തന്നെയാണ്. അപ്പോൾ അമ്മയെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ, അമേരിക്കയിലെ മകളെയും അറസ്റ്റ് ചെയ്യണോ എന്ന് തന്നെയാണ് വ്യക്തമായ എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും പണം തട്ടിക്കുന്ന ഒരാൾ, ചിലർ ആഡംബര ജീവിതത്തിനായിരിക്കും തട്ടിപ്പ് നടത്തുന്നത്. ഇവരങ്ങനെ ഒരുപാട് സ്വർണ്ണം വാരി വലിച്ചിട്ട് ഭയങ്കര വില കൂടിയ ഒരുപാട് ഉടയാത്ത വസ്ത്രം ധരിച്ചൊന്നും നടക്കുന്ന ഒരു സ്ത്രീയല്ല ഇവർ. ഒരു വാലാകോലം നടക്കുന്ന സ്ത്രീയാണ്. പക്ഷേ മകൾ അങ്ങനെയല്ല. അപ്പോൾ ഈ പൈസ മുഴുവൻ ഒരുപക്ഷെ ഉപയോഗിക്കുന്നത് മകളുടെ അമേരിക്കയിൽ ജീവിക്കാനുള്ള ദൂരത്തിനായിരിക്കും എന്ന് ഉറപ്പായിട്ടും. അല്ലെങ്കിൽ മകൾക്ക് അമേരിക്കയിൽ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങാനുള്ള പൈസയാണ് ഈ ആളുകളെ പറ്റിച്ചുണ്ടാക്കിയത് എന്ന് ഉറപ്പാണ്. അപ്പോൾ അമ്മയെ മാത്രമല്ല മകളെയും ചോദ്യം ചെയ്യണം, മകളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. പിന്നെ മകൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ആരുടെയെങ്കിലൊക്കെ സപ്പോർട്ട് അവർക്കൊക്കെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇവരെല്ലാവരെയും വിലങ്ങ് വയ്ക്കേണ്ടതാണ്. അവരെല്ലാം അറസ്റ്റ് ചെയ്യേണ്ടതാണ്. സിന്ധുവിൻ്റെ അറസ്റ്റോടുകൂടെ ഈ കേസ്
ഇങ്ങനെ നിന്നു പോവുകയാണെങ്കിൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവരെ മൊത്തത്തിൽ പൂട്ടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു കുറച്ച് ആഡംബര ലൈഫ് ആയിരുന്നു എന്നുള്ളത് എനിക്കറിയാം. കാരണം വില കൂടിയ ഇനം പട്ടി, പിന്നെ കുറേ അതുപോലെയുള്ള വില കൂടിയ ജന്തുക്കളൊക്കെ ആ ടൈമിൽ ഞാൻ ഫസ്റ്റ് കാണുന്ന ടൈമിൽ അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്തോ ഒരു കടബാധ്യതയിലാണ് വീടൊക്കെ വിറ്റുപോയി എന്ന് ഞാൻ അറിഞ്ഞത്. അപ്പം അതുകൊണ്ട് എന്തായാലും അത് അന്വേഷിക്കണം. ഇങ്ങനെയുള്ള കള്ളികളും കള്ളന്മാരും ഒരു നാൾ പിടിക്കപ്പെടും. അപ്പം ഇതേ ചിന്താഗതിയിലുള്ളവർ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും കുറച്ച് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പിന്തിരിയുക, പാവങ്ങളെ പറ്റിക്കാതിരിക്കുക. നമുക്ക് സ്വർണ്ണമാണെങ്കിൽ കൊടുത്തു തീർക്കാം, പണമാണെങ്കിൽ കൊടുത്തു തീർക്കാം, പക്ഷേ ആ നഷ്ടപ്പെട്ട കുട്ടിയുടെ ജീവൻ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ആ കുട്ടികൾ ഈ സ്ത്രീയെ കണ്ടാലറിയാം. എന്നിട്ട് എന്തുകൊണ്ട് ഈ കുട്ടിക്ക് മനസ്സിലായില്ല എന്നുള്ളത് എനിക്കിന്നും ചിലർക്ക് പ്രായോഗിക ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, ബുദ്ധി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സ്ത്രീക്ക് ആരെ സംസാരിച്ച് വീഴ്ത്താനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിലായിരിക്കും ആ കുട്ടികൾ വീണു പോയത്. എന്തായാലും മാസ്റ്റർ ബ്രെയിൻ നന്നായിട്ട് ഇവർ പ്രയോഗിച്ചിട്ടുണ്ട്. ചിലർക്കൊന്നും ചിലർ ഈ സംസാരം പൂശിയുള്ള സംസാരം കേൾക്കുമ്പോൾ സത്യസന്ധമാണെന്ന് വിചാരിക്കും. പക്ഷേ എങ്കിലും അവർക്ക് അന്നം കൊടുത്ത മുതലാളി അവർ പറ്റിച്ചത് അത് ദൈവത്തിന് പോലും സഹിക്കാത്തതുകൊണ്ട് തന്നെയാണ് അവർ പിടിക്കപ്പെട്ടത്. ആരും അങ്ങനെ ചെയ്യരുത്. നമുക്ക് കൂടുതൽ പണം വേണമെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലി കൂടെ ചെയ്യണം. നമുക്ക് അന്നം തരുന്ന മുതലാളിയെ ഒരിക്കലും നമ്മൾ ചതിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ഷോപ്പിലും ഒരു കൂലിക്ക് ഒരാളെ ഇരുത്തിയിട്ട് ആ ആൾ അതെൻ്റെ ഷോപ്പാണെന്ന് പോലും മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാനൊരു തവണ അബദ്ധത്തിൽ പറഞ്ഞു പോയപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു എൻ്റെ സ്റ്റാഫ്. അതെന്തിനാ അങ്ങനെ പറഞ്ഞു എന്ന്. എൻ്റെ കടയെന്നല്ല ഞാൻ പിന്നെ എങ്ങനെ പറയും. ഇന്ന് എൻ്റെ ആ കട അവൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ദൈവം പകരം കൊടുത്തോളും. പക്ഷേ ആരെയും പറ്റിക്കാതിരിക്കുക, ആരെയും ദുഃഖിപ്പിക്കാതിരിക്കുക. അപ്പം ഇതുപോലെയുള്ള സ്ത്രീകൾ നിയമത്തിൻ്റെ മുമ്പിൽ വരണം. മകളെയും കൂടെ പ്രതിയാക്കി തന്നെ കേസ് അന്വേഷിക്കണം എന്ന ഒരു എളിയ അഭ്യർത്ഥന കൂടെ ഞാൻ ഈ വീഡിയോടൊപ്പം നൽകുന്നു. താങ്ക് യു.